അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതു അത് തന്നെയാണ്. അവസാന കാലഘട്ടം വരുമ്പോൾ മുസ്ലിമായി ജീവിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസത്തിലായിരിക്കും. കുത്തുവാക്കുകളും പരിഹാസങ്ങളും ആക്ഷേപങ്ങളും കേൾക്കേണ്ടി വരും. അവൻ്റെ ഉള്ളൻ കയ്യിൽ തീക്കട്ട പിടിച്ചവനെ പോലെ പ്രയാസപ്പെട്ടുകൊണ്ടേയിരിക്കേണ്ടി വരും. അത്രമേൽ ദുരിതമായിരിക്കും ഒരു മുസ്ലിമാണ് എന്ന് പറഞ്ഞു ജീവിക്കാൻ. പരിഹാസമുണ്ടാകും, കുത്തുവാക്കുകൾ ഉണ്ടാകും. കാരണം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, തിന്മ കാണുമ്പോൾ അതിനെ എതിർക്കേണ്ടി വരും. തിന്മയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും തിന്മയോട് രാജിയാകാൻ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല. അവന് ആ തിന്മയെ എതിർക്കേണ്ടി വരും. പ്രവാചകൻ പറഞ്ഞു, ഒരു തിന്മ കാണുമ്പോൾ നിനക്ക് സാധിക്കുമെങ്കിൽ നിന്റെ കൈകൊണ്ട് നീ അതിനെ തടയുക. അല്ല, നിനക്ക് കൈകൊണ്ട് തടയാൻ സാധിക്കുകയില്ല, നിന്റെ വാക്കുകൾ കൊണ്ട്, നിന്റെ നാവ് കൊണ്ട് ആ തിന്മക്കെതിരെ നീ സംസാരിക്കുക. അതിനും നിനക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ നിന്റെ ഹൃദയം കൊണ്ടെങ്കിലും ആ തിന്മയെ വെറുക്കണേ എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് സമൂഹത്തെ മൊത്തത്തിൽ ബാധിക്കുന്ന, സമൂഹത്തിന് പ്രയാസമുണ്ടാകുന്ന വലിയ വിപത്തായ ഇത്തരം ലിബറൽ ഫാഷിസ്റ്റ് ചിന്താഗതിക്കാരെ പുറത്തു കൊണ്ടുവരുന്ന ഇത്തരം പ്രോഗ്രാമുകൾ ഈ കൂട്ടായ്മ നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ജെൻഡർ ന്യൂട്രാലിറ്റി മുതൽ അവിടെ നിന്നിങ്ങോട്ട് ഇവരുടെ ആശയങ്ങൾ ഇവരിങ്ങനെ ഒളിച്ചു കടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അവസാനത്തെ കണ്ണിയാണ് സൂംബ നൃത്തവുമായി കൊണ്ടുള്ള വിവാദം. നമുക്കറിയാം, സൂംബ നൃത്തം എന്ന് പറഞ്ഞാൽ അത് തീർത്തും ലാറ്റിൻ അമേരിക്കൻ, വിശിഷ്യ കൊളംബിയൻ സംസ്കാരവുമായി സാമുദായികവുമായി ബന്ധപ്പെട്ട നൃത്തമാണ് സൂംബ നൃത്തം. അതിന് ഒരു കൾച്ചറൽ എലമെൻ്റ് ഉണ്ട്. അവരുടെ യൂറോപ്യൻ കൺട്രീസിൻ്റെ കൾച്ചറാണ് ആ സൂംബയിലുടനീളം നിൽക്കുന്നത്. ഇതൊരു വേൾഡ് വൈഡ് കമ്പനിയുടെ ഭാഗമായിട്ടുണ്ടായതാണ്. ഇതിന് പ്രത്യേകമായി ആഗോളതലത്തിൽ നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഡാൻസ് ആയതുകൊണ്ട് തന്നെ കൃത്യമായ ഒഫീഷ്യൽ വെബ്സൈറ്റൊക്കെ സൂംബ നൃത്തത്തിനുണ്ട്. അതിൽ നമ്മൾ പോയി സെർച്ച് ചെയ്താൽ നമുക്ക് കാണാൻ സാധിക്കും, കൃത്യമായി ഇസ്ലാമിൻ്റെ ആശയങ്ങൾക്കോ ഇസ്ലാമിൻ്റെ അനുഷ്ഠാനങ്ങൾക്കോ വിശ്വാസങ്ങൾക്കോ ഒരിക്കലും യോജിക്കാൻ കഴിയാത്ത, തീർത്തും ഇസ്ലാമിൻ്റെ ആശയത്തിന് വിഘാതമായി നിൽക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് അതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 4 പ്രധാനപ്പെട്ട കാരണങ്ങൾ കൊണ്ട് തന്നെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സൂംബ നൃത്തത്തെ അനുകൂലിക്കാൻ, ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല. ഒന്നാമത്, അതിൽ മ്യൂസിക്കിൻ്റെ എലമെൻ്റ് ഉണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ പഠിക്കുന്ന ഒരാൾക്കും മ്യൂസിക്കിനെ അനുകൂലിക്കാൻ സാധിക്കുകയില്ല. മ്യൂസിക് ഹറാമാണ്. ആ മ്യൂസിക് കേൾക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ കാപട്യം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. അങ്ങനെയുള്ള മുസ്ലിമിന് അംഗീകരിക്കാൻ കഴിയാത്ത മ്യൂസിക് ഈ സൂംബ നൃത്തവുമായി കൊണ്ട് കടന്നു വരുന്നുണ്ട്. രണ്ടാമത്, സ്ത്രീയുടെ ഔറത്ത് വെളിവാകുന്നു എന്നുള്ളത് തന്നെയാണ്. അല്പവസ്ത്രം എന്ന് പറഞ്ഞത് വെറുതെയൊന്നുമല്ല, ബോധപൂർവം തന്നെയാണ്. കാരണം ഇവർ മുൻപോട്ട് വെക്കുന്ന ട്രയൽ ഡാൻസിൻ്റെ രൂപമെടുത്ത് പരിശോധിക്കുമ്പോൾ അതിലൊക്കെ നമ്മൾ കാണുന്നത് ഈ പറഞ്ഞ അല്പവസ്ത്രം തന്നെയാണ്. ഔറത്ത് വെളിവാകുന്നു. ഇനി ഔറത്ത് വെളിവായിട്ടില്ലെങ്കിൽ സ്ത്രീയുടെ ശരീരത്തിൻ്റെ നിമ്നോന്നതികൾ അത് എക്സ്പോസ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥ അതിലുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഇസ്ലാമിനെ അംഗീകരിക്കാൻ കഴിയില്ല. മൂന്നാമതായി കൊണ്ട് സ്ത്രീ പുരുഷൻ ഇടകലർന്നുകൊണ്ടുള്ള നൃത്തമാണ്. ഒരിക്കലും ഇഖ്തിലാത്തിനെ സംബന്ധിച്ചിടത്തോളം ഇഖ്തിലാത്ത് എന്നത് ഇസ്ലാം അംഗീകരിക്കാത്ത സംഗതിയാണ്. ആണും പെണ്ണും വളരെ അനിവാര്യമായ ഘട്ടത്തിലല്ലാതെ കൂടിക്കലരാൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്ന ദർശനമാണ് പരിശുദ്ധ ഇസ്ലാം. അങ്ങനെ വരുമ്പോൾ ആണും പെണ്ണും ഒരുമിച്ച് നിന്ന് തുള്ളിച്ചാടുന്ന ഇത്തരം നൃത്തം അത് ഇസ്ലാമിൻ്റെ പരിപ്രേക്ഷ്യത്തിൽ അനുവദിക്കപ്പെടുന്നതല്ല. നാലാമതായി കൊണ്ട് ഒരു സ്ത്രീ അന്യ പുരുഷന്മാരുടെ മുമ്പിൽ നൃത്തം വെക്കാൻ പാടില്ല എന്നുള്ളതാണ്. നൃത്തത്തെ സംബന്ധിച്ച് സ്ത്രീകൾക്ക് നൃത്തം ഹറാമൊന്നുമല്ല. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നൃത്തം ചെയ്യാം. ആ നൃത്തം തൻ്റെ ഭർത്താവിൻ്റെ മുമ്പിലായിരിക്കണമെന്ന് മാത്രം. അതല്ലെങ്കിൽ അന്യപുരുഷന്മാരുടെ ഇടയിൽ ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അന്യപുരുഷന്മാരുള്ള വേദിയിൽ സ്ത്രീ ഒരിക്കലും നൃത്തം ചെയ്തുകൂടാ. അതിന് ഇസ്ലാം അനുവാദം നൽകുന്നുമില്ല. അങ്ങനെ ഇത്തരം കാര്യങ്ങളൊക്കെ എടുത്തു പരിശോധിക്കുമ്പോൾ ഇസ്ലാമിക വിശ്വാസപ്രകാരം ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് അംഗീകരിക്കാൻ കഴിയുകയില്ല എന്ന് പറയുന്നത് അവൻ
അവന് ഈ രാജ്യം നൽകിയ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഇവിടെ ഓരോരുത്തർക്കും ഏത് വിശ്വാസം സ്വീകരിക്കാനും അതനുസരിച്ച് ജീവിക്കാനും അതിൻ്റെ ആചാരങ്ങൾ അനുഷ്ഠിക്കാനും സ്വാതന്ത്ര്യമുള്ള രാജ്യമാണല്ലോ നമ്മുടെ ഇന്ത്യ. അതുകൊണ്ട് തന്നെ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിശ്വാസത്തിന്, ആദർശത്തിന് എതിര് നിൽക്കുന്ന ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ, ഒരു അഭിപ്രായം പറയുമ്പോൾ അത് വലിയ വിവാദമായി കൊണ്ട് മാറുകയാണ്. അതാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞത്. ഈ അഭിപ്രായ സ്വാതന്ത്ര്യം പോലും നിഷേധിക്കുന്നത് ഭരണ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടാകുന്നു എന്ന് വരുമ്പോൾ അതൊന്നുകൂടെ ഗൗരവമേറുകയാണ്. അവിടെയാണ് ലിബറൽ ഫാഷിസം കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ ഈ സൂംബയുടെ നാൾ വഴികളെ കുറിച്ച് ആലോചിച്ചു നോക്കൂ. 3 മാസങ്ങൾക്ക് മുമ്പ് മുഖ്യമന്ത്രി എന്തോ ഒരു പേര് പറഞ്ഞു, സൂംബയോ സാംബയോ ജുംബയോ, അത് അദ്ദേഹത്തിന് തന്നെ കൃത്യമായി അറിയുന്നില്ല. അങ്ങനെ കൃത്യമായ ഒരു പഠനവും നടത്താതെ, വേണ്ടപ്പെട്ടവരോട് ചർച്ച ചെയ്യാതെ, രക്ഷിതാക്കളോട് ചർച്ച ചെയ്യാതെ, PTA മീറ്റിങ്ങിൽ ചർച്ച ചെയ്യാതെ, വിദ്യാർത്ഥികളോട് പോലും ചർച്ച ചെയ്യാതെ ഒരു സുപ്രഭാതത്തിൽ മുഖ്യമന്ത്രി ഒരു അഭിപ്രായം പറയുന്നു, പിറ്റേന്ന് തന്നെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി അതിന് അനുവാദവും കൊടുക്കുന്നു. ഇതെന്തൊരു നാടാണ് ഇത്? ഈ രാജ്യത്ത് ജീവിക്കുന്ന, ഈ കേരളത്തിൽ ജീവിക്കുന്ന 90 അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം വരുന്ന മതവിശ്വാസികളുടെ മതവിശ്വാസത്തിന് ഭംഗം വരുത്തുന്നതാണോ എന്ന് പോലും ചർച്ച ചെയ്യാനുള്ള ഒരു സഹിഷ്ണുത പോലും ഇല്ലാതെ, അസഹിഷ്ണുതയോടുകൂടെ ഇത് നിർബന്ധപൂർവം ഇത് നടപ്പിലാക്കിയേ പറ്റൂ, രക്ഷിതാക്കൾക്ക് ചോയ്സ് ഇല്ല എന്ന് പറയുന്ന രൂപത്തിൽ ആദ്യം സർക്കുലർ ഇറക്കുകയാണ്. അവിടെ മുതലാണ് ഈ വിവാദം കത്തുന്നത്. നിർബന്ധമായും എല്ലാ കുട്ടികളും ഇത് കളിച്ചോളണം, ഇത് പിന്നെ ഇതിൽ രക്ഷിതാക്കൾക്ക് ചോയ്സ് ഇല്ല എന്നുള്ള അഭിപ്രായമാണ് ആദ്യമായി കൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി പുറത്തിറക്കുന്നത്. അതോടുകൂടെ വിവാദമുണ്ടായി, പ്രശ്നമായി. ഇതിൽ അഭിപ്രായം പറഞ്ഞ അധ്യാപകൻ, പ്രിയപ്പെട്ട നമ്മുടെ ഈ കൂട്ടായ്മയുടെ സെക്രട്ടറിയായ TK അഷ്റഫ് സാഹിബ് വളരെ വ്യക്തമായി കൊണ്ട് ഇതിനെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തി. അപ്പോൾ എന്തായി? അദ്ദേഹം വലിയ തീവ്രവാദിയായി, അദ്ദേഹം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന ആളായി, താലിബാനിയായി, അഫ്ഗാനിയായി. എന്തിൻ്റെ പേരിൽ? ഒരഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, അഭിപ്രായ സ്വാതന്ത്ര്യം പോലും നിഷേധിക്കുന്ന ഒരു കാലഘട്ടത്താണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ലിബറൽ ആശയത്തിൻ്റെ വക്താക്കൾ, അവർ ഈ ഭരണ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ മതവിശ്വാസികളുടെ വിശ്വാസം അനുഷ്ഠിച്ച് ജീവിക്കാനുള്ള അവകാശം പോലും നിഷേധിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലൂടെയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ നാം കടന്നു പോകുന്നത്. അതുകൊണ്ട് ഇത്തരം ആശയങ്ങളെയൊക്കെ എതിർക്കാൻ നാം ഓരോരുത്തരും തയ്യാറാകേണ്ടതുണ്ട്. ഇവിടെ ഒരു മതവിശ്വാസിയുടെ ആശയം പറയാനോ അല്ലെങ്കിൽ അവൻ്റെ വിശ്വാസമനുസരിച്ച് ജീവിക്കാനോ സ്വാതന്ത്ര്യമില്ല എന്ന് വരുമ്പോൾ അത് നമ്മുടെ ഭരണഘടന അനുവദിച്ച് നൽകുന്ന ആശയത്തിന്, അവകാശത്തിന് വിരുദ്ധമായി വരികയാണ്. നമ്മുടെ ഭരണഘടന പറഞ്ഞതെന്താണ്? ഓരോ മനുഷ്യൻ്റെയും അവൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് അവൻ്റെ ഇഷ്ടമുള്ള വിശ്വാസം സ്വീകരിച്ച് അത് ആചരിക്കാനും അതനുഷ്ഠിക്കാനും അത് പ്രബോധനം ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യം നൽകപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഭരണഘടന മുന്നോട്ട് വെക്കുന്നത്. എങ്കിൽ അതിനെപ്പോലും മറികടന്നുകൊണ്ടുള്ള ഇത്തരം ആശയങ്ങൾ ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ് നാം ഓരോരുത്തരും ഇവിടെ മനസ്സിലാക്കേണ്ടത്. പിന്നെ വലിയ പ്രശ്നമായി കൊണ്ടുപറഞ്ഞത് ലഹരിയെ ഉന്മൂലനം ചെയ്യാൻ ഇത്തരം ആളുകൾ സമ്മതിക്കുന്നില്ല എന്നതാണ്. ഒരിക്കലും നമ്മൾ ലഹരിയെ ഉന്മൂലനം ചെയ്യുന്നതിനോട് എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടില്ല. മറിച്ച് സൂംബ നൃത്തവും ലഹരിയും തമ്മിൽ എന്ത് ബന്ധമാണ് എന്നതാണ് നമ്മൾ ചോദിച്ചത്. സൂംബ നൃത്തം ചെയ്യുന്നതോടുകൂടെ ലഹരിയെല്ലാം ഇവിടെ നിന്ന് മാറിപ്പോകുമെങ്കിൽ ഏറ്റവും ആദ്യം നിറയെ നമ്മുടെ കേരളത്തിൽ ഓരോ ദിവസങ്ങളിലും പുതുതായി തുറന്നുകൊണ്ടിരിക്കുന്ന ബീവറേജ് ഔട്ട്ലെറ്റുകളുടെ മുമ്പിൽ എന്തുകൊണ്ട് ഈ നൃത്തം ചെയ്തുകൂടാ? സൂംബ നൃത്തം ലഹരിയെ പിന്നെ ഇല്ലാതാക്കുമെങ്കിൽ കള്ളുഷാപ്പുകളുടെ മുമ്പിലല്ലേ ഇത് നൃത്തം വെക്കേണ്ടത്? മദ്യപാനത്തിന് ക്യൂ നിൽക്കുന്നവരെ പിടിച്ച് നൃത്തം ചെയ്യിപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരാളെങ്കിലും പിന്മാറിയാലോ? ഇത് നമ്മൾ പറഞ്ഞു, പക്ഷേ അതിനൊന്നും മറുപടിയില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഈ കേരളത്തിൽ ലഹരിക്കെതിരെ, തിന്മകൾക്കെതിരെ ഏറ്റവും സുശക്തമായി
സമരങ്ങൾ സംഘടിപ്പിച്ച പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. ഈ അടുത്തു പോലും നമ്മൾ പെരിന്തൽമണ്ണയിൽ വളരെ വലിയ പ്രൗഢമായ ഒരു സമ്മേളനം നടത്തുകയുണ്ടായി. അതിൻ്റെ പരമപ്രധാനമായ ക്യാപ്ഷൻ തന്നെ ലഹരിക്കെതിരെ എന്നതാണ്. വിദ്യാർത്ഥികൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ഈ ലഹരി ഉപയോഗത്തിന് തടയിടാൻ വിദ്യാർത്ഥികൾ തന്നെ മുൻപോട്ട് വന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. 10,000-കണക്കിന് വിദ്യാർത്ഥികൾ അവിടെ ഒരുമിച്ച് ചേർന്നു. എല്ലാവരും പ്രതിജ്ഞ ചൊല്ലി, എൻ്റെ ജീവിതത്തിൽ ഞാൻ ലഹരി ഉപയോഗിക്കുകയില്ല. ഇതിനേക്കാൾ നല്ല ഒരു മാതൃകയുള്ള ലഹരിക്കെതിരെയുള്ള ഏത് പ്രവർത്തനമാണ് ഇവിടുത്തെ ആളുകൾ, മറ്റുള്ള ആളുകൾ സംഘടിപ്പിച്ചിട്ടുള്ളത്? അങ്ങനെയുള്ള ലഹരിയെ എതിർക്കുന്ന ആളുകൾക്കെതിരാണ് ഇത്തരം ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവർ ലഹരിക്കെതിരാണ് എന്ന്. അതുകൊണ്ടാണ് നാം പറയുന്നത്, ലഹരി ഈ നാട്ടിൽ നിന്നും പോകണമെങ്കിൽ, ഇല്ലാതാകണമെങ്കിൽ അവർക്ക് മൗലികമായ ആദർശം, മോറൽ വാല്യൂസ് ഉള്ള മോറൽ ആശയങ്ങൾ പിഞ്ചുമക്കളെ പഠിപ്പിക്കേണ്ടതുണ്ട്. ലഹരി ഉപയോഗിച്ചാലുള്ള അപകടങ്ങളെക്കുറിച്ച് നാം നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ടതുണ്ട്, ബോധവാന്മാരാക്കേണ്ടതുണ്ട്. അവരെ കൃത്യമായി ബോധവാന്മാരാക്കിയാലേ അവരുടെ ജീവിതത്തിൽ നിന്നും ലഹരി ഇല്ലായ്മ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആ ലഹരി ഉപയോഗിച്ചാലുള്ള അപകടം നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ നടന്ന വലിയ അപകടത്തെക്കുറിച്ച് നാം കണ്ടിട്ടുണ്ട് അല്ലേ? ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഷഹബാസ് എന്ന് പറയുന്ന ഒരു വ്യക്തി 10ാം ക്ലാസ്സിലെ IT-യുടെ പരീക്ഷ മാത്രം എഴുതിയ ആ കുഞ്ഞുമോൻ മരണപ്പെട്ടു പോയത്. എന്താണ് കാരണം? പരസ്പരമുള്ള മത്സരത്തിൻ്റെ പേരിൽ ട്യൂഷൻ സെൻ്ററുകൾ സംഘടിപ്പിക്കുന്ന DJ പാർട്ടിയുടെ പേരിൽ, അതുപോലെ തന്നെ ലഹരിയുടെ ഉപയോഗത്തിൻ്റെ പേരിൽ ഒരു കൊലപാതകം തന്നെ ഉണ്ടാവുകയാണ്. ഞാൻ പറയുന്നത്, ലഹരി ഉപയോഗിച്ച് സ്വന്തം മാതാവിനെ കൊല്ലുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകുന്നു. സ്വന്തം ജ്യേഷ്ഠനെയും അനുജനെയും വല്യമ്മയെയും വല്യുപ്പയെയും നിർദാക്ഷിണ്യം കൊന്നൊടുക്കുന്ന ചരിത്രകഥകൾ നമ്മുടെ കേരളത്തിൻ്റെ ഇന്നലകളിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ആ ലഹരിയെ പ്രതിക്കൂട്ടിൽ നിർത്തി ആ ലഹരിയെ ഉന്മൂലനം ചെയ്യാൻ മുന്നിട്ടിറങ്ങിയ പ്രസ്ഥാനത്തിനെതിരെ പരിഹസിച്ചുകൊണ്ടാണ് പറയുന്നത് ഇവർ ലഹരിക്കെതിരാണ്. എന്താണ് കാരണം? സൂംബ നൃത്തത്തെ എതിർത്തു എന്ന ഒരൊറ്റ കാരണം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ പറഞ്ഞല്ലോ, ഈ സൂംബയും ലഹരിയും തമ്മിൽ ഒരു ബന്ധവുമില്ല. അത് കുട്ടികളിൽ വലിയ സ്ട്രെസ് ഉണ്ടാക്കാൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാമിൻ്റെ വിശ്വാസപ്രകാരം ഈ നൃത്തത്തിൽ നിന്നും മാറി നിൽക്കാൻ സ്വാതന്ത്ര്യമുണ്ട് എന്ന് പിന്നീട് പറഞ്ഞു. അങ്ങനെ സ്വാതന്ത്ര്യമുള്ള ഒരു കുട്ടി മാറി നിൽക്കുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഒറ്റപ്പെടലുണ്ടാകുന്നു. അവിടെ അവൻ മറ്റുള്ളവരിൽ നിന്നും മാറി നിൽക്കുന്നവനായി ഫീൽ ചെയ്യുന്നു. അതോടുകൂടെ അവന് ഉള്ള ടെൻഷൻ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പൊതു ഇടങ്ങളിലേക്ക് ഒരു നിയമം പാസ്സാക്കുമ്പോൾ അത് ഏറ്റവും അനുകൂലമായി കൊണ്ട് മാത്രമേ ആ നിയമത്തെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള കാര്യം പോലും ഇത്തരം ആളുകൾ മനസ്സിലാക്കുന്നില്ല. നേരത്തെ പറഞ്ഞല്ലോ, ഇത്തരം ലിബറലിനെയും അതേപോലെ തന്നെയുള്ള വൃത്തികെട്ട ജെൻഡർ ന്യൂട്രൽ ആശയത്തെ പോലുള്ള, ജെൻഡർ സെൻസിറ്റിവിറ്റി പോലെയുള്ള, അതേപോലെ തന്നെ ഇക്കാര്യങ്ങളെയൊക്കെ എതിർക്കുമ്പോൾ വലിയ കുത്തുവാക്കുകളും പരിഹാസങ്ങളും കേൾക്കേണ്ടി വരും. അത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ സ്വീകരിക്കാൻ ബാധ്യസ്ഥനാണ് അവൻ. കാരണം അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിമർശനങ്ങൾ അവർക്ക് പുത്തരിയല്ല. കാരണം ആദ്യമായി അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദ് മക്കക്കാരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന അന്ന് തന്നെ അബൂലഹബിൽ നിന്നും വിമർശനം ഏറ്റുവാങ്ങിയ ചരിത്രമാണ് പ്രവാചകനുള്ളത്. തബ്ബല്ലക യാ മുഹമ്മദ്, ഓ മുഹമ്മദേ നിനക്ക് നാശം, അലിഹാദ ജമഅതന, നീ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയാണോ ഇവിടെ നമ്മളെല്ലാവരെയും സംഗമിപ്പിച്ചത്, ഒത്തുചേർന്ന് നമ്മളെല്ലാവരെയും ഒരുമിച്ച് ചേർത്തത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്താപ്പ അബൂലഹബ്, പിതൃവ്യൻ അബൂലഹബ് ചോദിക്കുകയാണ്. അവിടെ നിന്ന് തന്നെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ കുത്തുവാക്കുകളും പരിഹാസങ്ങളും ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അന്നു മുതൽ ആ പ്രവാചകൻ മരണപ്പെടുന്നതുവരെ വ്യത്യസ്തങ്ങളായ പരീക്ഷണങ്ങൾ, വ്യത്യസ്തങ്ങളായ അപഹാസങ്ങൾ ആ പ്രവാചകൻ നേരിട്ടിട്ടില്ലേ സുഹൃത്തുക്കളെ?
എത്ര തവണ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ വേണ്ടി, പ്രവാചകനെ ഈ ലോകത്തു നിന്ന് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശത്രുക്കൾ കിണഞ്ഞു പരിശ്രമിച്ചിട്ടുണ്ട് അല്ലേ? ചീഞ്ഞളിഞ്ഞ കുടൽമാല പോലും അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുതുകിൽ വന്നു വീണു. അങ്ങനെയുള്ള ഒരുപാട് ദുരിതങ്ങളും കുത്തുവാക്കുകളും ഏറ്റുവാങ്ങിയ റസൂൽ, ആ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നിലേൽപ്പിച്ച ദൗത്യത്തിൽ നിന്നും ഒരിക്കലും വിട്ടുമാറിയിട്ടില്ല. കൂടുതൽ ധൈര്യത്തോടുകൂടെ, കൂടുതൽ ഊർജ്ജസ്വലനായി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആശയത്തെ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ചരിത്രത്തിലൂടെ നാം കണ്ടിട്ടുള്ളത്. ഇനി നാം മനസ്സിലാക്കേണ്ടത്, വലിയ പുരോഗമനമായി കൊണ്ട് 21-ാം നൂറ്റാണ്ടിൻ്റെ മഹത്വം പറയുന്ന ആളുകൾ, അവർ വലിയ ആളുകളായി ഈ സമൂഹത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ നമുക്ക് ചോദിക്കാനുള്ളത്, സാങ്കേതികപരമായി അല്ലെങ്കിൽ ഇവിടുത്തെ ടെക്നിക്കൽ ആയി നോക്കുമ്പോൾ പുരോഗമനമുണ്ട്, അത് യാഥാർത്ഥ്യം തന്നെയാണ്. എന്നാൽ അടിക്കടി തിന്മകളും വൃത്തികേടുകളും വർദ്ധിച്ചു വരുന്ന ഒരു ലോകത്ത് എങ്ങനെയാണ് പുരോഗമനമെന്ന് നമുക്ക് പറയാൻ സാധിക്കുക? വൃത്തികേടുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന മക്കൾ നന്നേ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്തിനാണ് ഇങ്ങനെ ഒരു കുടുംബമെന്ന സിസ്റ്റം എന്ന് ചോദിക്കുന്ന ആശയം നമ്മുടെ മക്കൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ മക്കൾ അറിയാതെ മോറൽ വാല്യൂസിൽ നിന്നും പിന്തിരിഞ്ഞ് നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു കാലഘട്ടം എങ്ങനെയാണ് ഏറ്റവും വലിയ പുരോഗമന കാലഘട്ടമായി കൊണ്ട് നമുക്കൊക്കെ പരിചയപ്പെടുത്താൻ സാധിക്കുന്നത്? അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞു കൊണ്ടിരിക്കുന്നത്, ഏറ്റവും അടിസ്ഥാനം, ഒരു മനുഷ്യൻ നന്നാകണമെങ്കിൽ, അവൻ ഏറ്റവും നല്ല മനുഷ്യനായി മാറണമെങ്കിൽ ഇസ്ലാമിൻ്റെ ആശയങ്ങൾ അവൻ സ്വീകരിച്ചേ മതിയാകും. കാരണം ഇസ്ലാം എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ സമഗ്രമായ സമൂലമായ മേഖലകളിൽ ഇടപെട്ടുകൊണ്ടേയിരിക്കുന്ന ആശയമാണ്. ലോകത്ത് വിപ്ലവം തീർത്തത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിന്മയിൽ, മദ്യത്തിൽ, മദിരാശിയിൽ കഴിഞ്ഞ ഒരു സമൂഹത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിപ്ലവത്തിലൂടെ നല്ല ഉത്തമരായ തലമുറയായി മാറ്റിയത് പരിശുദ്ധ ഖുർആൻ മുൻപിൽ വെച്ചുകൊണ്ടാണെങ്കിൽ, എല്ലാ തിന്മകളെയും ഇവിടെ നിന്നും ഉന്മൂലനം ചെയ്യാൻ പരിശുദ്ധ ഖുർആനുമായി കൊണ്ട് ദഅവത്ത് ചെയ്താൽ മതി. ആ ഖുർആനിലുണ്ട് എല്ലാം. മാതാവിനോട് എങ്ങനെ പെരുമാറണം, അതുപോലെ തന്നെ ഒരു കുടുംബത്തിൽ എങ്ങനെ പെരുമാറണം, സാമൂഹികമായ ബാധ്യതകൾ എന്തൊക്കെയാണ്, അയൽവാസിയോട് എന്തുമാത്രം വലിയ ബാധ്യതയാണ് നിനക്കുള്ളത്, അങ്ങനെ തുടങ്ങി സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ കൃത്യമായി മനസ്സിലാക്കേണ്ടുന്ന A to Z വിഷയങ്ങൾ കൃത്യമായി പ്രതിപാദിക്കുന്ന ഒരു വലിയ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. എല്ലാത്തിൻ്റെയും സൂചന ആ പരിശുദ്ധ ഖുർആനിലുണ്ട്. ഖുർആൻ തിബിയാനൻ ലികുല്ലി ഷൈഇൻ, എല്ലാത്തിനുമുള്ള പൂർണ്ണമായ ആശയം, പൂർണ്ണമായ നിർദ്ദേശങ്ങൾ നൽകുന്ന ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ.